നമസ്കാരം. ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് നമ്മുടെ ഇടയിൽ, അത് സമൂഹത്തിൽ സ്ത്രീകൾ കൂടുതലായി അടുത്തയിടെ ബൈക്ക് അപകടത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് കാരണം കണ്ടെത്താൻ സമൂഹത്തിൽ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ, അടുത്തിടെ പയ്യന്നൂർ തന്നെ കുറേ യുവതികൾ ഇങ്ങനെ ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെടുകയും ചിലവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. കണ്ണൂർ ജില്ലയിലും സംസ്ഥാനത്തിലുടനീളം ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ പോലീസും ഒക്കെ കേസെടുത്തിട്ട് പോകുന്നതല്ലാതെ ഇതിന് കാരണം എന്താണെന്ന് പറയാൻ, വിവിധ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് അധികവും ഈ സ്ത്രീകൾ. ഇവിടുത്തെ LD ക്ലർക്കുമാർ, കടയിൽ ജോലി ചെയ്യുന്നവർ, ഇവരൊക്കെ രാവിലെ കുട്ടികളെയൊക്കെ സ്കൂളിൽ അയച്ചിട്ട് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇവർ ബൈക്ക് ഓടിച്ചിട്ട് വരുന്നതെന്നും ഒരു നിഗമനമുണ്ട്, ചിലവരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ വരുമ്പോൾ ഇവർ ഓവർടേക്ക് ചെയ്യുന്നതാവാം. അപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതല്ല, അപ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ബൈക്ക് അപകടം കൂടുതലുള്ളതെന്ന് ഒരു പഠനം ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ നിയമജ്ഞനായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കും. നമസ്കാരം. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ കണക്ക സ്ത്രീകൾ കൂടുതലായി ഈ വാഹന അപകടത്തിൽ മരിക്കാൻ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും വാഹനം ഒരു ഉപകരണമായിട്ട് മാറിയിരിക്കുന്നു. ആ സാഹചര്യം ഇപ്പം എല്ലാവർക്കും, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ജോലി വേണമെന്നില്ല ഒരു താല്പര്യം. വീട്ടുകളിൽ ഇപ്പോൾ സ്ത്രീകൾ ആരും തന്നെ വീടുകളിൽ പണ്ടത്തെ കണക്ക്, മുമ്പത്തെ കണക്ക പിന്നെ വീട്ടു ജോലികളായി നിൽക്കുന്നില്ല. എല്ലാവരും അവരവരെ ഒരു ജോലി വേണം എന്ന ആഗ്രഹത്തിൽ ഒരു ജോലിയിൽ കയറുന്നു. അപ്പോൾ എന്നാൽ വീട്ടിൽ ഒരുപാട് ബാധ്യതകളും പ്രാരബ്ധങ്ങളും ഉണ്ടാവും. കുട്ടികൾ സ്കൂളിൽ പോകണം, സ്കൂളിലേക്ക് വേണ്ട ഭക്ഷണങ്ങൾ റെഡിയാക്കണം. അപ്പോൾ നമ്മൾക്ക് ആ സമയത്ത്, നമ്മളുടെ ജോലി സമയത്ത് നമ്മൾക്ക് അവിടെ കൃത്യമായി സമയത്ത് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് ലക്ഷ്യത്തിൽ എത്തിച്ചേരണം, നമ്മൾ ജോലിയിൽ കയറണം എന്ന ഒരു ഇത് വെച്ച് കെട്ട് അവർ പോകുമ്പോൾ ആ അശ്രദ്ധ മൂലമാണ് ഈ വാഹന അപകടം. സ്ത്രീകളിൽ കൂടുതലും അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഈ അപകടങ്ങൾ കൂടി വരുന്നത്. അതുകൊണ്ട് മിക്ക സ്ത്രീകളും ഈ നല്ല ഒരു ശരിയായ രീതിയിൽ ഡ്രൈവിംഗ് പഠിക്കാതെയാണ് ഈ ബൈക്കുകൾ ഓടിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ റോഡിലേക്ക് വാഹനം എടുത്ത് പോകുമ്പോൾ നമ്മളെ ജെൻസ് ആണെങ്കിൽ രണ്ട് സൈഡും തിരിഞ്ഞു നോക്കി പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്നാൽ മിക്ക ഇതിലെയും ഈ സ്ത്രീകൾ ആ ഒരു ജാഗ്രത കുറവ് നല്ലോണം കാണിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒന്നാമത് അവരുടെ ജോലി ഭാരം കൊണ്ട് അവർക്ക് കൃത്യമായി വീട്ടിൽ പോകേണ്ട സാഹചര്യമായിരിക്കാം. രാവിലെ കൃത്യസമയത്ത് ജോലിക്ക് പോയി ആ ജോലിയിൽ കയറാനുള്ള ഒരു സാഹചര്യം ആയിരിക്കാം. രണ്ടാമത് തിരിച്ചു വരുമ്പോൾ അതേ കണക്ക് വീട്ടിൽ ആ സമയത്ത് കുട്ടികളും വീട്ടിലുള്ള ഉള്ളവർക്കും ഭക്ഷണം കൊടുക്കാനോ ചായ അങ്ങനത്തെ ഇത് വരുമ്പോൾ അവർക്ക് ആ സമയത്ത് വീട്ടിൽ എത്തിപ്പെടാനുമുള്ള ഒരു പിരിമുറുക്കമാകാം ഇത്തരം വാഹന അപകടങ്ങളിൽ സ്ത്രീകൾ കൂടുതലായി നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഈ പയ്യന്നൂർ പ്രദേശത്ത് തന്നെ ഒരുപാട് ഈ സ്ത്രീകളെ ആക്സിഡന്റ് മൂലം മരണപ്പെട്ടത് നമുക്ക് അറിയാൻ കഴിഞ്ഞു. പത്രമാധ്യമങ്ങളോട് നമ്മൾ നേരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എന്താണ് കാരണം? ഇപ്പം നമ്മൾ കണ്ടോത്ത് ഇതിനിടെ ഒരു വാഹനാപകടം സംഭവിച്ചു. അത് എങ്ങനെയാണ്? അവിടുന്ന് ഒരു വണ്ടി വരുമ്പോൾ നമ്മൾക്ക് ഒരു പെട്ടെന്ന് ഇങ്ങും എതിർവശത്തുനിന്ന് ഒരു വാഹനം വരുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവില്ല. പെട്ടെന്നില്ല ഒരു ചിന്ത അവരെ പെട്ടെന്ന് നമ്മളെ ജെൻസ് ആണുങ്ങളാകുമ്പോൾ പെട്ടെന്ന് ചിന്തിച്ച് ചില സമയത്ത് പോകുന്നവരുണ്ട്. പക്ഷേ സ്ത്രീകളിൽ പെട്ടെന്ന് ഒരു പേടി, ഒരു വൈബ്രേഷൻ, നമ്മൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് 2 ബ്രേക്കും പിടിക്കും. അപ്പോൾ അങ്ങനത്തെ ചില സാഹചര്യങ്ങളിലാണ് കൂടുതൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ കൂടുതലായി ഒരു ആക്സിഡന്റ് നടക്കാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം. ഒന്ന്, അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ, സ്ത്രീകൾ കൂടുതലായി നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അതുപോലെ നമ്മളെ ജോലി കഴിഞ്ഞ് കഴിയുമ്പോഴും കൃത്യമായിട്ട് വാഹനം 2 സൈഡും നമ്മൾ നോക്കി ശരിയായ രീതിയിൽ ഇൻഡിക്കേറ്റർ ഇട്ട്
അതിൻ്റെ ഒരു 30-40 മീറ്റർ വ്യത്യാസത്തിൽ ശ്രദ്ധിച്ച് ഒരു വാഹനം ഓടിക്കുകയെങ്കിൽ നമ്മൾക്ക് 100% ഒരു ആക്സിഡൻറ്റിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ശ്രദ്ധിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ വേണ്ടി ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചാൽ നമ്മൾക്ക് ഈ അപകടത്തിൽ നിന്ന് ഒരുപാട് വിമുക്തി കിട്ടുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ച് കുട്ടികളെയും വാഹനത്തിൽ കയറ്റി പോകുമ്പോൾ അതിൻ്റേതായ ഒരു ജാഗ്രത കാണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്.